ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തുയേശു ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശു പ്രശസ്തരുമായി തീരട്ടെ. ഇതെന്നെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ. നമ്മുടെ നാവിലാണ് ജീവൻ്റെ മരണത്തിൻ്റെ അധികാരം നൽകിയിരിക്കണേ. അതെപ്പോഴും ഓർക്കണം. നാശം പറഞ്ഞാൽ നാശം കൊയ്യും. അപ്പോൾ ഇപ്പോൾ അത് തന്നെ കേൾക്കാട്ടോ. ഈ യഹസ്കേലിൽ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തെ പിടിച്ച ഒരു ഭാഗാട്ടോ. 37 യഹസ്കേല്. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. അവൻ തൻ്റെ ആത്മാവിനാൽ എന്നെ ഒരു പ്രവാചകൻ എഴുതിയേക്കണം കേട്ടോ. അവൻ എന്നെ പുറത്ത് കൊണ്ടുവന്ന യഹസ്കേൽ പ്രവാചകനോട് പറയുക. യഹസ്കേൽ പ്രവാചകൻ്റെ ഇതിൽ 37 കേട്ടോ. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. അവൻ തൻ്റെ ആത്മാവിനാൽ എന്നെ പുറത്തു കൊണ്ടുവന്ന് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയുടെ മധ്യത്തിൽ നിർത്തി. അവൻ എന്നെ അവയ്ക്കിടയിലൂടെ ചുറ്റി നടത്തിച്ചു. ആ താഴ്വരയിൽ ധാരാളം അസ്ഥികൾ ഉണ്ടായിരുന്നു. അവ ഉണങ്ങി വരണ്ടവയായിരുന്നു. അവൻ എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇനി ജീവിക്കുമോ? അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയായിരിക്കും. ഇനി ഇതിന് വല്ലോ ഇനി രക്ഷപ്പെടില്ല. എവിടെ രക്ഷപ്പെടാൻ? എല്ലാ ഇടപാടും തീർന്നു, പൂർത്തിയായി. ഇങ്ങനെ പറഞ്ഞ ജീവിതത്തിലുള്ള അവസ്ഥകളുള്ളവരോട് ഓർത്തുകൊള്ളുക കേട്ടോ. അപ്പം ദൈവം പറയുക, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇനി ജീവിക്കുമോ? അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, കർത്താവായ ദൈവമേ, നിനക്ക് മാത്രം അറിയാം. ഒരു കാര്യം നമ്മൾ പറയേണ്ട, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഭാവി ഭൂതം വർത്തമാനം കേട്ടോ. അപ്പം ദൈവം പറയുകയാണ്, വീണ്ടും അവൻ എന്നോട് അരുൾ ചെയ്തു, ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് നീ അവയോട് പറയുക, ഉണങ്ങിയ അസ്ഥികളെ, കർത്താവിൻ്റെ അരുളപ്പാട് കേൾക്കൂ. കർത്താവായ ദൈവം ഈ അസ്ഥികളോട് അരുൾ ചെയ്യുന്നു, ഞാൻ നിങ്ങളിൽ ശ്വാസം നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളിൽ സ്നായുക്കൾ വച്ച് മാംസം പിടിപ്പിക്കും, നിങ്ങളെ തൊലി കൊണ്ട് പൊതിയും, നിങ്ങളിൽ ശ്വാസം നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. അപ്പോൾ ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റണേ അങ്ങനെയായിരിക്കും. അപ്പം നമ്മൾ ഒരു കാലത്തും ഒന്നിനെപ്പറ്റി ഓർത്ത് അഭിപ്രായം ഒന്നും പറയണ്ട. നമ്മുടെ നാവിലാണ്. മനുഷ്യപുത്ര, നീ പ്രവചിക്കൂ. അപ്പം ദൈവത്തിന് പ്രവചിച്ചാൽ പോരെ ഈ അസ്ഥികൾ ജീവൻ വയ്ക്കട്ടെ. അവനെങ്ങനെ ഷൈൻ ചെയ്യണ്ട. പക്ഷെ പ്രവാചകനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. അപ്പോൾ ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിക്കുക എന്ന് പറഞ്ഞേ. അപ്പം നമ്മുടെ അവസ്ഥകളെ നോക്കി നമ്മൾ പ്രവചിക്കുക. യേശു എൻ്റെ കർത്താവ്, സങ്കേതവും കോട്ടയും ആയത് കാരണം ഒരു കാലത്തും എനിക്കൊരു ദോഷം വരില്ല, ഒന്നിനും മുട്ടുണ്ടാകില്ല, ഒരു ബാധ എന്നോടെടുക്കില്ല. ഇത് ഞാൻ എപ്പോഴും കൊറോണക്കാലത്ത് മന്ത്രം പോലെ ചോദിച്ചുകൊണ്ടിരുന്നു. എനിക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ആയിരുന്നു, കൊറോണയും വന്നില്ല. ഇപ്പം അതൊന്നുമില്ല, ഇച്ചിരി കുറഞ്ഞു പ്രാർത്ഥനയൊക്കെ. ഈ ശക്തമായിട്ട് പ്രാർത്ഥനയും വരണം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, യൂട്യൂബൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതൊക്കെ മറക്കരുത്. ഗിഫ്റ്റ് വൗച്ചറുണ്ട്. പിന്നെ നമ്മുടെ ബ്യൂട്ടി പാർലർ 25% ഡിസ്കൗണ്ട് ഉണ്ട്. ഈ മാസത്തോടെ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ, സ്വർണ്ണ സ്കീം കൂടാൻ മറക്കരുത്. എല്ലാവരും സ്കീമിൽ കൂടുന്നുണ്ട്. എല്ലാവരും പറയുന്നത് എനിക്ക് സ്വർണ്ണത്തിനോട് വലിയ താല്പര്യമില്ല, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നോക്കുക. നമ്മൾ പലതിലും ഇൻവെസ്റ്റ് ചെയ്യണില്ലേ? ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നോക്കുക. 8-10 മാസം കൊണ്ട് 30%, 30% വർദ്ധിച്ച വേറെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നോക്കുക. നല്ല മനോഹരമായ 2 സ്കീമാണ്. എല്ലാ രീതിയിലും കസ്റ്റമറിന് അനുകൂലപ്പെടുന്ന രീതിയിലാണ് നമ്മൾ തന്നെ ഉണ്ടാക്കിയ സ്കീമാട്ടോ. അതിൻ്റെ സ്കീമിൻ്റെ രൂപം 11 മാസമേ പറ്റുള്ളൂ ഗവൺമെൻറ് നിയമം. പക്ഷേ അതിനെല്ലാം നമ്മുടേതായ ഒരു മിക്സിങ് കൂടെ കലർത്തിയിടും. എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പാകത്തിന്. അപ്പം ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ്, ചുരിദാർ സെറ്റ്, ഇത് പ്യുർ ഈ മൽബറി സിൽക്ക്, നമ്മളൊക്കെ ബനാറസൊക്കെ വന്ന പോലത്തെ ആ സിൽക്കിൽ തന്നെ ഇങ്ങനെ ഫുൾ വർക്ക്, ഈ വർക്കൊക്കെയുള്ള ഇച്ചിരി ഫങ്ഷൻ വെയർ, അടിപൊളി ഒറിജിനൽ ക്രേപ്പ് ഷോള്. 3299 ഉള്ളൂ. 3299. ലൈനിങ് ഒന്നുമില്ലല്ലോ. സാൻഡോൺ ബോട്ടം ഉണ്ടോ? ഒരു സംശയം. നോക്കട്ടെ കേട്ടോ, ലൈനിങ് ഉണ്ടോന്ന്. ഇല്ലേ, തോന്നിയതാണ്. ലൈനിങ് ഇല്ല. ബോട്ടം ഒത്തിരി ഉണ്ട്. പലാസോ അടിക്കാൻ പാകം. 3299. ഞാൻ ഇതെങ്ങനെയുണ്ട്, ഇങ്ങനത്തെ നമ്മൾ കാണിക്കാറില്ലോ. അപ്പോൾ ഞാൻ അധികം എടുത്തിട്ടില്ല. മൂവിങ് ആണെങ്കിൽ ഞാൻ ഇങ്ങനത്തെയൊക്കെ കൊണ്ടുവരാം. അപ്പോൾ നമ്മളൊരു സാമ്പിൾ എടുക്കുക. അത് ഏറ്റവും നല്ല കളർ നോക്കിയെടുത്തു. ഒറിജിനൽ ക്രീം ഷോൾ. അപ്പടി ഹാൻഡ് വർക്കാട്ടോ. കട്ട് ബീഡും കൊണ്ട് അപ്പടി ഹാൻഡ് വർക്ക്. ഇത്രയും ഹാൻഡ് വർക്കൊക്കെ നമ്മൾ ചെയ്യിക്കുക. സ്റ്റീം അയണിങ് ചെയ്താൽ മതി.
ആ ഇത് മേടിച്ചാൽ മതി. ഇങ്ങനെ ഇത് രസമാണ്, ഇങ്ങനെ കാണിക്കുമ്പോഴത്തേനും നിവരും. ഇതൊക്കെ തേക്കാൻ പാടാങ്കിലേ എല്ലാവരും ഇത് മേടിച്ചു. ഞാൻ മേടിച്ചിട്ടില്ല, എനിക്ക് മേടിക്കണം. ഇതും ഒരു വെറൈറ്റി നമ്മൾ ആദ്യമായിട്ട് കാണിക്കുവാണ്. ഇതേ ഫ്രണ്ടും ബാക്കും ഒക്കെ ബനാറസ്, നല്ല രസമുള്ള ചന്തേരി സിൽക്കിൽ ബനാറസ്, നല്ല സൂപ്പറാട്ടോ. വേണ്ട നീളമുണ്ട്, ഇഷ്ടം പോലെ നീളമുണ്ട്. ഫുള്ള് നല്ലൊരു വെറൈറ്റി ആട്ടോ. ബോട്ടെ 1990 രൂപയേ ഉള്ളൂ. നല്ല സെറ്റാട്ടോ. ഇപ്പം എല്ലാവരും തന്നെ ഒരുമാതിരി സെറ്റെല്ലാം നല്ലത് എടുക്കണം. മിക്കവരും ഓർഡിനറിക്ക് അപ്പടി കുർത്തകളൊക്കെ എടുത്തേ എവിടെയെല്ലാം അത്യാവശ്യം ഒന്ന് ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ മിക്കവരും ചുരിദാർ. എല്ലാവരും ഇപ്പോൾ സൗകര്യമാണ്. ഞാൻ മറ്റേ എപ്പോഴും ഫങ്ഷനൊക്കെ സാരികൾ, ഇപ്പോൾ എനിക്കും ഇഷ്ടം ചുരിദാറാണ്. സാരി മേടിച്ച് അവിടെ ഇരിക്കുമോ, പിന്നെ ഇടില്ല. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അടിപൊളി സെറ്റുകളാണ്, പെട്ടെന്ന് എടുത്തു, നല്ലതാണ്, നല്ല സോഫ്റ്റാണ്. യോക്കും ഉണ്ട്, ഇങ്ങനെ ആ ബനാറസ് ഇതെല്ലാം ഉണ്ട്, മൊത്തം ഉണ്ട്. അടിപൊളി ഷോളും, നല്ല ഷോള്, നല്ല സെറ്റും അടിപൊളിയാട്ടോ. 1990 അല്ലേ? നല്ല കളർ ചാർട്ടുകളുമാണേ, നല്ല കളർ ചാർട്ടുമാണ്. നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവന്ന കാരണം പെട്ടെന്ന് തീരുവേ. ഈ സ്റ്റോക്ക് കൊണ്ടുവന്നേക്കാളും പെട്ടെന്ന് തീരും. നല്ലൊരു സ്ലബ് കോട്ടൻ്റെ നല്ലൊരു ബോട്ടം, കളർ നല്ല പേസ്റ്റൽ, ഒരു ബ്ലൂ കൂടിയ ഗ്രീൻ കൂടിയ ആഷ് കൂടിയ ബ്ലൂ പറഞ്ഞത്. ഇത് ലൈലാക്ക്, നല്ല നീളമൊക്കെ ഉണ്ട് കേട്ടോ. ടോപ്പ് 2.5 മീറ്റർ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഷോളും നല്ല നീളമൊക്കെ ഉണ്ട്. നല്ലതല്ലേ ഈ വിലയ്ക്ക്? 1990. അത്യാവശ്യം ഒരു ഫങ്ഷനൊക്കെ പോകാം, അല്ലാണ്ട് യൂസ് ചെയ്യാം. അതിൻ്റെ കളർ ചാർട്ട് കാരണം ഒരു പീസ് പോലും വേണ്ടാന്ന് വെക്കില്ല കേട്ടോ. എല്ലാം അടിപൊളി കളർ, എല്ലാം നല്ല സൂപ്പർ കളേഴ്സ്. അടിപൊളി കളേഴ്സാണ്. ആഷ്, ബ്ലൂ ഇച്ചിരി കൂടിയ ആഷ് കേട്ടോ, നല്ല ആഷേ. നല്ലതാണ്. ഇനി പീച്ച്, പീച്ചല്ല, സെറ്റെന്നാന്ന് പറയാമെന്നാ. നല്ല വീനൊക്കെ ലേസ് വർക്കൊക്കെയുള്ള നോയാക്കോട്ടയുടെ ബാക്കിൽ പ്ലെയിൻ വിത്ത് ലൈനിങ് ആണോ അല്ലല്ലോ, ബോട്ടം നല്ല നല്ല രസമാട്ടോ. നോയാക്കോട്ടയുടെ വേണമെങ്കിൽ വൈറ്റ് ബോട്ടം ഇട്ടിട്ട് ഇത് തന്നെ ലൈനിങ് വെച്ചാലും മതി. ചൂടില്ലാത്ത മെറ്റീരിയലാണ്, ഡൈ ചെയ്തേക്കണതാണ്. അപ്പം നല്ല നമുക്ക് ഇങ്ങനെ ബോട്ടം വെച്ചാലും കുഴപ്പമില്ല. 1399. നല്ല സെറ്റാണ്. 2 വശത്തും ഷോളെ വർക്കുണ്ട്. നോയാക്കോട്ടയുടെയാണ്, കാണാനും നല്ലതാണ്. ഫുള്ളിങ്ങനെ വർക്കും ഉണ്ടല്ലോ. $1399 അടിപൊളിയാണ്. 1399. ഈ 1399. അത് അടി വെച്ചാലാണ് കറക്റ്റ് കളർ അറിയാൻ പറ്റുള്ളൂ.
നല്ല കളേഴ്സാട്ടോ. ഈ നോയാക്കോട്ടയിൽ എത്രയും മനോഹരമായ കളറും ഒക്കെ വരുള്ളൂ. നല്ല കളർ ചാർട്ട്. ഒരു പീസ് പോലും വേണ്ടാന്ന് വയ്ക്കില്ല. നമുക്ക് സെറ്റൊക്കെ ഇങ്ങനെ കിട്ടിയാലാ. അല്ലെങ്കിൽ കുറച്ച് വിറ്റു ബാക്കി ഒന്നും എന്ത് ചെയ്യും? എല്ലാം വിറ്റ് പോയാലല്ലേ നമുക്ക് ലാഭം എന്ന് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അടിപൊളി സെറ്റുകളാണ് നീ കാണിക്കണം. എല്ലാം അടിപൊളിയാണ്. ഒരു പീസ് പോലും ഒന്നിലും ഇരുന്നില്ല. ഇത് കണ്ടോ കേട്ടോ, നമ്മൾ ക്രേപ്പ് അതിൽ പാനൽ ഇത് നീളമുണ്ട് കേട്ടോ. സാധാരണ ക്രേപ്പ് വരുമ്പോൾ നീളം കിട്ടാറില്ല. അതിലേ ആ മെറ്റീരിയലിൽ തന്നെ ഒരു ചെക്ക് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അല്ലേ, കണ്ടില്ലേ? ഉള്ളിലിങ്ങനെ സെൽഫ് പ്രിൻറ്റിൻ്റെ കൂടെ ഇങ്ങനെ ഒരു നല്ല മെറ്റീരിയൽ. അതിൽ പാനൽ വർക്ക് വരുമ്പോൾ എല്ലാവരും പെട്ടെന്ന് എടുക്കുകയും ഈ ഇങ്ങനെ ഇത് നമുക്കടെ ഈ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഈ സംഭവം എല്ലാത്തിലും കോട്ടയിലായാലും ഇതിലായാലും പെട്ടെന്ന് തീരണതാണ്. കോട്ടൺ ബോട്ടം ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ 1790 കേട്ടോ. നല്ല സെറ്റായി. ടോപ്പിൻ്റെ തുണിയും ഭയങ്കര ഒറിജിനൽ ക്രേപ്പ്. അതിലും ഇങ്ങനെ എന്തോ ഒരു സെൽഫ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള മെറ്റീരിയൽ. അതിൽ ബ്ലോക്ക് പ്രിൻറ്റുമാണ്. പാനൽ ഇതുകൊണ്ട് നിങ്ങൾ എടുത്തുണ്ടായിരുന്നല്ലോ. എടുക്കണമായിരുന്നോ? അടിപൊളി അടിപൊളി. എല്ലാം നല്ല കേട്ടോ. അടിപൊളി. ഇവിടെ പാനൽ വർക്കിനാണ് ഏറ്റവും അടി. അടിപൊളി സെറ്റ്. ഇതിൻ്റെ ഡിസൈൻ ഇല്ലാത്ത കളർ നോക്കിയെടുത്തു. വണ്ണം കുറവ് നിൽക്കും ഇതൊക്കെ ഇട്ടാലല്ലേ, റേപ്പായത് കാരണം. നേവി ബ്ലൂ. ശരിക്കും നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഇച്ചിരി ഒരു ആഷ് കൂടിയ ബ്ലൂ. എല്ലാ കളറും സൂപ്പറാണ്. നല്ല അടിപൊളി. ഡാർക്കും ലൈറ്റും എല്ലാം ഉണ്ട്. അതിനകത്ത് ഇത് കിട്ടിയ വഴി അതപ്പടി എടുത്തതാണ്. കാരണം റീസ്റ്റോക്ക് വയ്ക്കുമ്പോൾ ഒന്നും കിട്ടില്ല ഇങ്ങനത്തെ സാധനമൊക്കെ. വില ഇത്രയല്ലേ ഉള്ളൂ, 179. ഇത് ഡ്രൈ വാഷ് ചെയ്യണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. ഒറിജിനൽ ക്രേപ്പാണ്. നല്ല സംഭവം. ഇട്ടാലും നല്ലതായിരിക്കും. പാനൽ വർക്ക് ഇതായത് കാരണം നല്ല കളേഴ്സ്. ഇത്ര സ്ഥല കളേഴ്സ്, അടിപൊളി കളേഴ്സ്. എല്ലാ കളറും സൂപ്പറാണ്. അടിപൊളി. എൻ്റെ പൊന്നെ എന്തോരം കളേഴ്സാ. നിങ്ങൾക്ക് ആ കൺഫ്യൂഷനാവും. എന്ത് രസം നോക്കിയേ. ഗ്രീൻ, നല്ല സംഭവമാണ്. ഇന്നത്തെ സെറ്റ് എല്ലാം നല്ല സെറ്റാട്ടോ. ഒരെണ്ണം പോലും എടുക്കണ്ടാത്തില്ല കേട്ടോ. ഇനി കാണിക്കുന്നത് മനോഹരം കോട്ട, സൂപ്പർ കോട്ട. ബാക്കിലും പ്രിൻ്റ്. ഇത് വേണമെങ്കിൽ ഇത് യോക്കിലിങ്ങനെ വന്നതാട്ടോ. കോട്ടാഷോളുമാണ്. എനിക്ക് ഇച്ചിരി കോട്ടാഷോളെ ഇഷ്ടം. അതാ ഞാൻ ചാടി കോട്ടാഷോൾ എന്ന് പറഞ്ഞു.
സോഫ്റ്റ് സിൽക്ക് ബോട്ട്. വിലയാണ് 1099 രൂപയുള്ളൂ. നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ പല മോഡൽ നമ്മൾ കൊണ്ടുപോകുന്നില്ലേ, ആൾക്കാർ ഇട്ടുകൊണ്ട് വരുമ്പോഴും എന്ത് ലുക്കാണോ. നല്ല കനോ ഇല്ല, നല്ല സ്റ്റാൻഡേർഡ് സംഭവം. ബേജ് കളർ പാൻറ്റൊക്കെ ഇട്ടാൽ മതിയെങ്കിൽ ഒരു ലൈനിങ് ഇടാം. ഞാനും ചൂടായത് കാരണം ഒരു കോട്ട എടുത്ത് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം ഇടാം. കോട്ടയാകുമ്പോൾ കനയില്ലല്ലോ. ഞാൻ കഞ്ഞി പിഴിഞ്ഞ് കഴിവില്ലാത്ത കാരണമാണ് പ്രശ്നം. കോട്ട ഇടയ്ക്ക് കഴുകി കഞ്ഞി പിഴിയണ്ടേ, അത് ഒട്ടുമ്പോൾ എനിക്ക് കോട്ട എടുക്കാൻ വിഷമം. എനിക്ക് പണ്ട് പോലെ സിൽക്ക് ഇഷ്ടമാണെന്ന് പറയട്ടെ. സിൽക്ക് കഴുകാൻ പാടെന്ന് ഞാൻ കഴുകൂല. കാറ്റുപൊള്ളിക്കും തേക്കും. ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ പറയാം സിൽക്ക് കഴുകാൻ പറ്റൂല. അങ്ങനെ മടിയാണ്. മണമൊന്നുമില്ല കേട്ടോ എൻ്റെ ഡ്രസ്സിനൊന്നും. ഞാൻ മണത്ത് നോക്കിയിട്ടൊക്കെ ആയിരുന്നു. 1099 രൂപയോ. ഇത് അതിലും വില കുറവാണ്. ഇത് ബാക്കിലും ഇങ്ങനെ സെയിം പ്രിൻ്റ് ഉണ്ട് കേട്ടോ. ബോട്ടം ഇത് പ്രിൻ്റഡ് ബോട്ടെ. ടോപ്പ് ഇത് കാന്താ കോട്ടൻ്റെ നല്ല കോട്ടൺ ഷോള്. ഇത് അടിപൊളി. ആ പ്രിൻ്റ് മാത്രം കാണിച്ചാൽ പോലെ. ഇനി 990 ഉള്ള 990 ഉള്ളു. ഇനി പ്രിൻ്റ് കാണിക്കാവേ. ഇതേ പ്രിൻ്റ് വ്യത്യാസം ഇങ്ങനെ. ബോട്ടം ഈ പ്രിൻ്റ്, ടോപ്പ് ഇങ്ങനെ. ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പ്രിൻ്റ് ഇത്, ടോപ്പ് ഇങ്ങനെ ഡിസൈൻ. 990. ഇതിങ്ങനെ. അപ്പോൾ പിന്നെ എന്നാ വിശേഷം ഇനി പറയണേ. ഞങ്ങൾക്ക് മഴ പെയ്യുന്നില്ല കേട്ടോ. ഭയങ്കര ചൂട്. തൊട്ടടുത്തുള്ളയിടത്തൊക്കെ എൻ്റെ സ്വന്തം വീട് പണ്ടപ്പള്ളി, അവിടെ മഴ പെയ്തു. തൊട്ടിപ്പുറം ഞാൻ താമസിക്കുന്ന ആരപ്പുഴ, അവിടെ പെയ്തില്ല. അപ്പോൾ നിങ്ങൾ കളിയാക്കുമായിരിക്കും. മനുഷ്യൻ നല്ല മനുഷ്യരുള്ളയിടത്ത് മഴ പെയ്യുള്ളൂ എന്നൊക്കെ ആൾക്കാർ പറയില്ല. ഇങ്ങനെ യേശപ്പോൾ അതെന്നാണെന്നറിയാൻ പാടില്ല, മഴ പെയ്തില്ല. ചിലപ്പോൾ എൻ്റെ കമ്പോകയും വില്ലയിലെ പൂവൊന്നും കൊഴിഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയായിരിക്കും. എനിക്കത് കാണണം വലിയ ഇഷ്ടമല്ലോ. എല്ലാം നമ്മളെ നല്ലതായിട്ട് ചിന്തിച്ചാൽ മതി. നമുക്ക് എന്തേലും അത് എനിക്ക് വേണ്ട വെള്ളമുണ്ട്, അപ്പോൾ നനയ്ക്കുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്യാം മഴ പെയ്യും. അപ്പോൾ എനിക്കതായിരിക്കും നല്ലതേ. അപ്പോൾ കുറച്ച് ദിവസത്തോടെ അവൾ പൂക്കളൊക്കെ കണ്ടോട്ടെ എന്ന് ഈശ്വരാൻ ഓർത്തിട്ടായിരിക്കും. ജീവിതത്തിൽ എന്ത് വരുന്നത് നമുക്ക് അനുഗ്രഹമാക്കി ദൈവം മാറ്റും. അങ്ങനെ തന്നെ ചിന്തിക്കുക, ആശ്വസിക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരെയും ഈശ്വരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.